ശ്രീസ് ഹവൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. അതിനായി ചിക്കൻ്റെ ചെസ്റ്റ് പീസ് കഴുകി വൃത്തിയായി നീളത്തിൽ അരിഞ്ഞെടുക്കും. ഇതിനായി ചെസ്റ്റ് പീസാണ് ഏറ്റവും നല്ലത്. അതിലേക്കായി ഒരു അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മൈദപ്പൊടി ആൻഡ് കോൺഫ്ലവർ പൊടി. മസാല അതിനകത്ത് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളതാണ്. എങ്കിൽ മാത്രമേ അതിനതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മൈദപ്പൊടിയും കോൺഫ്ലവറും മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ചെറിയ ഒരു രുചി വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കൃത്യമായി ഇടുക. ഒരു കോഴിമുട്ട ഇടുക എന്നുള്ളത് അത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുന്നതിനും അതിൻ്റെ ഒരു രുചി മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പണി തുടങ്ങാം. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കശുവണ്ടിപ്പരിപ്പ്, സ്പ്രിംഗ് ഓണിയൻ, സവാള, ക്യാപ്സിക്കം എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ അത്രയും നല്ലത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലതും രുചികരവും. അത് കഴിഞ്ഞൊരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ച നമ്മളുടെ ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തടുത്ത് ഇടരുത്, കാരണം നമ്മൾ മൈദയും കോൺഫ്ലവറും ചേർത്താണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആയതിനാൽ അതിൻ്റെ അകലം കണക്കാക്കി കറക്റ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ തിരിച്ചിടുമ്പോഴും അത് ഇളക്കിയെടുക്കുമ്പോഴും ഒക്കെ അത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഒരു സ്പൂണോ ഒരു തവിയോ എന്താണെന്ന് വെച്ചാൽ അവരവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ എന്താണോ സൗകര്യം അത് വെച്ച് തിരിച്ചിടുക. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നല്ല രീതിയിൽ വേവിച്ച് എടുത്തതിന് ശേഷം ഇത് കോരി മാറ്റുക. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റുന്നതായിരിക്കും വളരെ ഉത്തമം. അപ്പോൾ എണ്ണ കുറച്ച് അതങ്ങ് പിടിച്ച് പോകും, നല്ല ഡ്രൈ ആയി ഇരിക്കുകയും ചെയ്യും. ഡ്രാഗൺ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ്, കാണാനൊരു ഭംഗിയുമാണ്. ഞാൻ 2-3 ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. കാരണം ഒരുമിച്ച് ഒരുപാടിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അകലം കൂട്ടി ആണ് നമ്മൾ ഇടുന്നത്. 2-3 ടൈമായി ഞാനിട്ട് അത് ഫ്രൈ ചെയ്ത് കോരിയെടുത്തു. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ രുചികരമായൊരു സംഭവമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ മധുരവും പുളിപ്പും ചേർന്ന ഒരു അത്യപൂർവമായ ഒരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പം ഞാനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്കടുത്ത മസാല ചെയ്യാനുണ്ട്. എല്ലാം നമ്മൾ അടുത്ത് കൊണ്ട് വച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ, കാരണം ചൈനീസ് ഐറ്റമാണ് ഡ്രാഗൺ ചിക്കൻ. അതെല്ലാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത അതേ സെയിം എണ്ണയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിലേക്ക് വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞ് നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മളുടെ ഇഞ്ചി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട, ഒരു 3/4 പരുവമായി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കതിലേക്ക് അടുത്ത സവാള ഇടാവുന്നതാണ്. സവാളയും ഇട്ടിട്ട് ഒരുപാട് കളർ വ്യത്യാസം വരുന്നത് വരെ നമ്മൾ ഒരുപാടങ്ങ് വേവിക്കണ്ട. ഒരു പരുവം വരെ, ഒരു അരപ്പരുവം വേവിച്ചെടുത്താൽ മതി. കാരണം ഇത് ഒരുപാടങ്ങ് വേവുന്നതുമല്ല, അതുമാത്രമല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് കൊണ്ട് വച്ചതിന് ശേഷം മാത്രം നമ്മളിത് ചെയ്യുക. സവാള ഒരു 50% വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കാഷ്യൂ നട്ട് ഇടുക. അത് എണ്ണയിൽ ആ മസാലയിലും കിടന്ന് നന്നായിട്ട് അത് വെന്തോളും. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മളുടെ ക്യാപ്സിക്കം ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതും ഒരുപാട് വേവണ്ട, കാരണം ഇത് ചൈനീസ് ഐറ്റംസാണ്. എല്ലാം നന്നായിട്ട് വേകണ്ട, 3/4 വേവ് മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഒന്ന് ഇളക്കി വന്നതിന് ശേഷം നല്ല ഡാർക്ക് സോയാ സോസ് ഒരു 2 സ്പൂൺ കണക്കാക്കി ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ 450 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 2 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിക്കണം. ചില്ലി സോസ് ഒഴിക്കുന്ന ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, അതിനത് എന്നോട് ക്ഷമിക്കുക. ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിക്കുക, നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ, കാരണം അല്ലാതെ ഇത് മിക്സ് ചെയ്ത് കിട്ടത്തില്ല.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്സിക്കവും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാഷ്യൂനട്ടും എല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കുളമാക്കരുത്. 1/2 കപ്പ് വെള്ളം മാക്സിമം അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. കാരണം ഡ്രൈ ആണ് ഇരിക്കുന്നത്. നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഡ്രൈ ആണ്, ഗ്രേവി ടൈപ്പ് അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതിലേക്ക് ഇടുക. പിന്നെ നമ്മളുടെ മസാലയും നമ്മളുടെ ഈ വെജിറ്റബിൾസും ഒരു അര വേവായി എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ കുറച്ച് കോൺഫ്ലവറും ഒരു സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ, അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളം മതി, ചൂടുവെള്ളമൊന്നും അതിൻ്റെ ആവശ്യമില്ല. അത് ഒന്ന് ഇടുക. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടി ഞാനിവിടെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കാരണം നമുക്കിതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരവും പുളിപ്പും ചേർന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എരിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കോൺഫ്ലവർ പാനീയം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കട്ടിയാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കണം, അടി പിടിക്കരുത്. ഹൈ ഫ്ലെയിമാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്ത് കൊണ്ടുവയ്ക്കണം. നമ്മൾ ആ സോസ് ഇടുമ്പോൾ മാത്രം തീ ഒരല്പം കുറച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഈ മസാലയിലേക്ക് ഇടുക. മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഇത് ഇളക്കി മസാല അതിലേക്ക് പിടിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നല്ലൊരു കടായി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ തവി കൊണ്ട് ഇളക്കുന്നതിനേക്കാൾ ഇങ്ങനെ മറിച്ചിടുന്നതാണ് ഏറ്റവും നന്നായി കിട്ടുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് രുചികരമായ നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ നമ്മളുടെ കൈകളിലേക്ക് എത്തും. ഏകദേശം നമ്മളുടെ പണി പൂർത്തിയായിരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് വച്ചേക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, അതിടുക. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്ത എള്ള്, ഇതിനൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയും രുചികരമാക്കുന്നതിന് വേണ്ടിയും വൈറ്റ് എള്ള് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇടുക. എന്താ ഒരു കളർ, എന്താ ഒരു ടേസ്റ്റ് അല്ലേ, അടിപൊളിയല്ലേ. ഇതാ നമ്മളുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടാതിരിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.